മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 16-ാമത്തെ ശ്ലോകത്തിൽ 6ഉം 7ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 6ാമത്തെ ശ്ലോകം. ഭീത്യാലമംഗജ വസന്ത സുരാംഗനാ ഓ മന്മാനസം ജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തുവതാമഥൈഷം പ്രാദർശയ സ്വപരിചാരകാതരാക്ഷീഃ. കഴിഞ്ഞ ശ്ലോകത്തിൽ ദേവേന്ദ്രൻ പറഞ്ഞയച്ചതായിട്ട് കാമൻ, വസന്തൻ, മലയമാരുതൻ ഒക്കെ കൂടിയിട്ട് അപ്സര സ്ത്രീകളോടൊപ്പം ദേവസ്ത്രീകളോടൊപ്പം നരനാരായണന്മാരുടെ തപസ് ഇളക്കാനായിട്ട് ബദരികാശ്രമത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അവർ അനവധി ശ്രമങ്ങളെ വിലാസങ്ങളെ കൊണ്ടൊക്കെ, ദേവസ്ത്രീകളുടെ വിലാസങ്ങളെ കൊണ്ടൊക്കെ തപസ് ഇളക്കാനായിട്ട് ശ്രമിച്ചു. എങ്കിലും അതൊന്നും സാധിച്ചില്ല. അങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഇനി എന്താ വരാൻ പോണത് എന്ന് പേടിച്ചിരിക്കുന്നതായ സമയത്ത് ഭഗവാൻ പ്രസന്നവദനായിട്ട് മന്ദഹാസത്തോടു കൂടിയിട്ട് അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്നാണ് ഈ ശ്ലോകത്തിൽ ഒന്ന് പറയണത്. ഭീത്യാലം അങ്കജ വസന്ത സുരാംഗനാ ഓ ആദ്യം സംബോധന ചെയ്യാണ്. അലം അങ്കജ എന്ന് വെച്ചാൽ കാമദേവൻ, അംഗത്തിൽ നിന്ന് ജനിച്ചവൻ കാമദേവൻ, ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്നാണ് ജനിച്ചത് എന്നാണ്. അങ്കജ വസന്ത, വസന്തൻ മധുമാസം, വസന്തകാലം. വസന്ത സുരാംഗനാഹ, ദേവസ്ത്രീകളെ സംബോധന ചെയ്യാണ്. ഭീത്യാ അലം, പേടിക്കേണ്ട. അലം എന്ന് വെച്ചാൽ മതിയാക്കൂ, വേണ്ട എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന്, അലം എന്നുള്ളതായ അവ്യയത്തിന്. ഭീത്യാ അലം, പേടിക്കേണ്ട, പേടി വേണ്ട എന്ന് പറയാണ്. ഭീത്യാ അലം, ഭീതി കൊണ്ട് മതിയാക്കൂ, പേടിക്കണ്ട എന്നർത്ഥം എന്ന് പറഞ്ഞു സംബോധനയാണ്. പിന്നെ വോ മന്മാനസം തുഹ ജുഷധ്വം ഇതി ബ്രുവാണഃ. മന്മാനസം തു ഇഹ ജുഷധ്വം, നിങ്ങൾ എൻ്റെ മനസ്സിൽ, മാനസം എന്ന് വെച്ചാൽ മനസ്സിൽ നിന്ന് ജനിച്ചതായ, മനസ്സിൽ നിന്നുണ്ടായതായ ഈ സ്ത്രീകളെ, അപ്സര സ്ത്രീകളെ, എൻ്റെ പരിചാരികമാരെ ജുഷധ്വം സേവിച്ചോളൂ, കണ്ടോളൂ എന്നുള്ള നിലയിൽ ജുഷധ്വം ഇതി ബ്രുവാണഃ എന്ന് പറഞ്ഞുകൊണ്ട് മന്മാനസം തു ഇഹ ജുഷധ്വം, എൻ്റെ മാനസം ആയിട്ടുള്ള എൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടായതായ, ഞാൻ മനസ്സോട് സങ്കല്പിച്ച് ഉണ്ടാക്കിയതായ ഈ പരിചാരികമാരെയൊക്കെ, അവരുടെ സേവനങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചോളൂ, അവർ നിങ്ങളെ സേവിക്കും. മന്മാനസം തു ഇഹ ജുഷധ്വം ഇതി ബ്രുവാണഃ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്, ബ്രുവാണഃ പറയുന്നവനായിട്ട്, എന്നിങ്ങനെ പറയുന്നവനായിട്ട്, ത്വം അങ്ങ് വിസ്മയേന പരിതഃ സ്തുവതാം, വിസ്മയേന അത്ഭുതത്തോടുകൂടി, പരിതഃ ചുറ്റും, പരിതഃ ചുറ്റും, വിസ്മയേന പരിതഃ സ്തുവതാം എല്ലാവരും അപ്പോഴേക്കും സ്തുതിക്കാൻ തുടങ്ങി, ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുവതാം അധൈഷാം, അപ്രകാരം ഉള്ളതായ ഏഷാം ഇവർക്ക് പ്രാദർശയ കാണിച്ചു കൊടുത്തു. ഏഷാം പ്രാദർശയ ഇവർക്ക് കാണിച്ചു കൊടുത്തു. ആരേ? സ്വപരിചാരക കാതരാക്ഷീഹി, സ്വപരിചാരികമാരായിട്ടുള്ള, തന്നെ പരിചരിക്കാനുള്ളതായ കാതരാക്ഷിമാരെ, അതിമനോഹരങ്ങളായ അക്ഷികളോടുകൂടിയ, കണ്ണുകളോടുകൂടിയ ആ തൻ്റെ മാനസപുത്രിമാരെ, മനസ്സിൽ നിന്നുണ്ടാക്കിയതായ ദിവ്യ സ്ത്രീകളെ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ വലിയ കേമായിട്ട് ഭഗവാനെ ഇളക്കാൻ വേണ്ടിയിട്ട് ദേവസ്ത്രീകളെ കൊണ്ടുവന്നു, അവരുടെ വിലാസങ്ങളൊക്കെ കാണിച്ചു, ഇളക്കാനായിട്ട് നോക്കി. പക്ഷേ അതൊന്നുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല. അപ്പോൾ ഭഗവാൻ തന്നെ, ഞാൻ എൻ്റെ മനസ്സിൽ നിന്നുണ്ടാക്കിയതായ എൻ്റെ പരിചാരികമാരെ നിങ്ങൾ കണ്ടോളൂ, അവരുടെ സേവനങ്ങളൊക്കെ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് തൻ്റെ പരിചാരികമാരെ അവർക്ക് കാണിച്ചു കൊടുത്തു. താൻ നിർമ്മിച്ചതായ, താൻ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചതായ തൻ്റെ പരിചാരികമാരെ അവർക്ക് കാണിച്ചു കൊടുത്തു. ത്വം, അവിടെ മാനസം എന്നുള്ളതിന് പകരം മാനനം എന്നൊരു പാഠം കൂടിയുണ്ട്. മന്മാനനം യുഹ ജുഷത്വം, എൻ്റെ
മാനനത്തെ എൻ്റെ ആദരവിനെ ഞാൻ എൻ്റെ സൽക്കാരത്തെ സ്വീകരിച്ചാലും, ഇഹ ജുഷത്വം എൻ്റെ സൽക്കാരത്തെ സ്വീകരിച്ചാലും എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകളെ കൊണ്ടുള്ളതായ എൻ്റെ സൽക്കാരത്തെ നിങ്ങൾ സ്വീകരിച്ചാലും എന്നർത്ഥം. മറ്റത് മാനസം എന്നായാൽ എൻ്റെ മനസ്സുകൊണ്ടുണ്ടായതായ സൽക്കാരത്തെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട് തൻ്റെ പരിചാരികമാരായ സ്ത്രീകളെ, ദിവ്യ സ്ത്രീകളെ കാണിച്ചു കൊടുത്തു. കാമദേവനും കാമൻ്റെ അനുചരന്മാർക്കുമൊക്കെ താൻ സൃഷ്ടിച്ചതായ തൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പരിചരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായ ദിവ്യ സുന്ദരികളായ സ്ത്രീകളെ അവർക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഭീത്യാലം അങ്കജ, അല്ലയോ അങ്കജ കാമദേവ. അങ്കജ വസന്ത സുരാംഗനാഹ വഹ ഭീത്യാ അലം. നിങ്ങളുടെ ഭയം മതി, ഇനി ഭയപ്പെടേണ്ടതില്ല. വഹ എന്നുള്ളതിന് നിങ്ങളുടെ എന്നർത്ഥം. വഹ ഭീത്യാ അലം, നിങ്ങളുടെ ഭയം മതിയാക്കൂ, അതിൻ്റെ ആവശ്യം ഇല്ല, ഇനി ഭയപ്പെടേണ്ടതില്ല. ഭീത്യാ അലം, നിങ്ങൾ പേടിക്കണ്ട, മതിയാക്കിക്കോളൂ, പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ഉപദ്രവിക്കാൻ പോണില്ല. മന്മാനസം തു ഇഹ ജുഷത്വം ഇതി ബ്രുവാണ. നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടായതായ ഈ സൽക്കാരത്തെ, ഈ സ്ത്രീകളെ കൊണ്ടുള്ളതായ സൽക്കാരത്തെ നിങ്ങൾ സ്വീകരിച്ചാലും ഇതി ജുഷത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇതി ബ്രുവാണ എന്ന് പറയുന്നവനായിട്ട് ത്വം അങ്ങ് വിസ്മയേന പരിതഃ സ്തുവതാം ഏഷാം. വിസ്മയേന വിസ്മയത്തോടുകൂടി പരിതഃ ചുറ്റും നിന്ന് സ്തുതിക്കുന്നതായ, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ അവർക്ക് വയ്യ, ഇളക്കണം, തപസ് ഇളക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇവിടെ അതുകൊണ്ടൊന്നും ഇളകിയില്ല. അപ്പം പേടിയായി, അവർ സ്തുതിക്കാൻ തുടങ്ങി, തങ്ങളെ ശപിക്കരുത് എന്ന് വിചാരിച്ച് സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ ചുറ്റും നിന്ന് സ്തുതിക്കുന്നതായ അവർക്ക് തൻ്റെ പരിചാരികമാരായ പ്രാദർശയ കാണിച്ചു കൊടുത്തു. പരിചാരികമാരായ സ്ത്രീകളെ സ്വപരിചാരക കാതരാക്ഷീഹി, സ്വപരിചാരികമാരായ തൻ്റെ പരിചാരികമാരായ തന്നെ പരിചരിക്കാൻ ഉള്ളതായ ആ കാതരാക്ഷികളെ, മനോഹരമായ നേത്രങ്ങളോടുകൂടിയ സുന്ദരികളായ ആ സ്ത്രീകളെ കാണിച്ചു കൊടുത്തു എന്ന ശ്ലോകം. അടുത്ത ശ്ലോകം. സമ്മോഹനായ മിളിതാഹ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപു ദത്തം ത്വയാ ച ജഗൃഹുസ്ത്രവയൈവ സർവസ്വർവാസികർവശമനീം പുനരുർവശീം തം. സമ്മോഹനായ മിളിതാഹ മദനാദയഃ തേ മദനാദയഃ, ആ മദനൻ തുടങ്ങിയവർ, മദനൻ ച കാമദേവൻ, മദനാദയഃ മദനൻ തുടങ്ങിയതായ അവർ, മദനൻ വസന്തൻ സുരസ്ത്രീകൾ ഒക്കെ, ആ മദനാദികളായ അവർ സമ്മോഹനായ മിളിതാഹ. എന്തിനാണ് ഇവിടെ വന്നത്? ബദരിയാശ്രമത്തിൽ, നാരായണാശ്രമത്തിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമ്മോഹനായ, ഭഗവാനെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, തപസ് ചെയ്യുന്നതായ നരനാരായണന്മാരെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ തപസ് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത്. അങ്ങനെ സമ്മോഹനായ മിളിതാഹ, ഭഗവാനെ സമ്മോഹിപ്പിക്കാൻ വേണ്ടി, മോഹിപ്പിക്കാൻ വേണ്ടി മിളിതാഹ ഒന്നിച്ചു ചേർന്നതായ അവർ, അതിനു വേണ്ടിയിട്ടാണ് ഇവർ എല്ലാവരും കൂടിയിട്ട് ഇവിടെ വന്നത്. ഒന്നിച്ചു ചേർന്ന് ഇവിടെ വന്നത് ഭഗവാനെ മോഹിപ്പിക്കാനായിരുന്നു. അങ്ങനെ ഭഗവാനെ മോഹിപ്പിക്കാനായി വന്നതായ അവർ എന്തുണ്ടായി? ത്വദ്ദാസികാ പരിമളൈഹി കില മോഹമാപുഹു. ത്വദ്ദാസികാ പരിമളൈഹി, അങ്ങയുടെ ദാസികമാരുടെ, അങ്ങയുടെ പരിചാരികമാരായ ആ സ്ത്രീകളുടെ, ഭഗവാന്റെ സൃഷ്ടികളായ ആ സ്ത്രീകളുടെ പരിമളം കൊണ്ട്, സൗരഭ്യം കൊണ്ട്, പരിമളൈഹി ത്വദ്ദാസികാ പരിമളൈഹി, അങ്ങയുടെ ദാസിമാരുടെ പരിമളം കൊണ്ട്, സൗരഭ്യം കൊണ്ട്, ത്വദ്ദാസികാ പരിമളൈഹി കില മോഹമാപുഹു, മോഹം ആപുഹു കില, അവരങ്ങോട്ട് മോഹിച്ചു. അവർക്ക് ഒന്നും നിശ്ചയില്ലാണ്ടേ അവർക്ക് ബോധം കെട്ടു എന്നാണ്. മോഹമാപുഹു, മോഹത്തെ പ്രാപിച്ചു. അവർക്ക് മോഹം ഇല്ല, മോഹം വന്നു എന്ന്. മോഹം എന്ന് വെച്ചാൽ അവിടെ ആഗ്രഹം എന്നുള്ള അർത്ഥമല്ല. മോഹം എന്നുള്ളത് മോഹിക്കുക എന്ന് പറഞ്ഞാൽ ബോധമില്ലാണ്ട് ആവുക എന്നുള്ള അർത്ഥമാണ്. മോഹം ആപുഹു, അവർക്ക് അവർ മോഹത്തെ പ്രാപിച്ചു. ത്വദ്ദാസികാ പരിമളൈ, അങ്ങയുടെ ദാസികമാരുടെ, അങ്ങയുടെ ദാസിമാരുടെ പരിമളം കൊണ്ട്, അവരുടെ സൗരഭ്യം കൊണ്ട്, അത്ര സൗരഭ്യമാണ്. അതായത് ആ സൗരഭ്യമുള്ളതായ പരിചാരികമാർക്കൊന്നും ഭഗവാന്റെ തപസ്സിനെ ഇളക്കാൻ പറ്റണില്ല.
അപ്പം പിന്നെ ഈ നിസ്സാരമായ സൗന്ദര്യത്തോടു കൂടിയ ഈ ദേവസ്ത്രീകൾക്ക് അതിന് സാധിക്കുമോ? അതായത് ഈ ഇളക്കാൻ വന്നതായ ദേവസ്ത്രീകളെക്കാൾ 10 മടങ്ങ് സൗന്ദര്യവും സൗരഭ്യവും ഒക്കെ ഉള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദാസിമാർ. അപ്പോൾ ആ ദാസിമാരുടെ ഇടയിൽ അദ്ദേഹം യാതൊരു ഇളക്കം കൂടാതെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ഒട്ടും നിവൃത്തിയില്ലാത്തതാണ്, ഒട്ടും കഴിവില്ല അതിനൊന്നും. അദ്ദേഹത്തിൻ്റെ തപസ്സിനെ ഇളക്കാൻ അവർക്കൊട്ടും പ്രാപ്തിയില്ല എന്ന് കാണിക്കുകയാണ് അവിടെ. ത്വദാസികാ പരിമളൈഹി, അങ്ങയുടെ ദാസികമാരുടെ പരിമളം കൊണ്ട്, ആ സൗരഭ്യം കൊണ്ട്, അദ്ദേഹത്തിനുള്ളതായ സൗരഭ്യം, ആ സൗരഭ്യം കൊണ്ട് മോഹമാപുഹു, അവരങ്ങട് ബോധം കെട്ടു. അത്രത്തോളം അവർക്ക് ബോധമില്ലാണ്ടായി, അത്രത്തോളം വന്നു എന്ന് പറയാണ്. പിന്നെ അത് കഴിഞ്ഞ് ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ദത്താം ത്വയാ, അങ്ങയാൽ നൽകപ്പെട്ടതായ ഒരു സമ്മാനമായിട്ട് കൊടുത്തു. ആരെ? ദത്താം നൽകപ്പെട്ടവൾ, ത്വയാ അങ്ങയാൽ നൽകപ്പെട്ടതായ, ദത്താം ത്വയാച ജഗൃഹുഹു അവർ സ്വീകരിച്ചു. ആരെ? ദത്താം ത്വയാച ജഗൃഹു ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം പുനഃ ഉർവശീം താം ഉർവശീം, ആ ഉർവശി എന്നുള്ള അപ്സരസിനെ ആ ഭഗവാൻ കൊടുത്തതാണെന്നാണ്. ദത്താം ത്വയ, അങ്ങയാൽ നൽകപ്പെട്ടതായ താം ഉർവശീം എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യത്തിന് പ്രസിദ്ധയായിട്ടുള്ള ഉർവശിയാണ് എല്ലാ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും കേമത്തി ഉർവശിയാണെന്നാണ് പറയണത്. അങ്ങനെ ആ സൗന്ദര്യത്തിന് പ്രസിദ്ധമായിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ താം എന്ന്. അപ്രകാരമുള്ള ആ ഉർവശിയെ, അതായത് സൗന്ദര്യ അതിശയത്തോടു കൂടിയ ആ ഉർവശിയെ അങ്ങ് നൽകി. ദത്താം ത്വയ, അങ്ങയാൽ നൽകപ്പെട്ടതായ ആ ഉർവശിയെ ജഗൃഹുഹു സ്വീകരിച്ചു. ജഗൃഹുഹു ഗൃഹ എന്നുള്ളതായിട്ടുള്ള അതിൻ്റെ ലിട്ടാണ്. അപ്പം ജഗൃഹുഹു സ്വീകരിച്ചു. അവരൊക്കെ കൂടിയിട്ട് ആ ഉർവശിയെ സ്വീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ദേവേന്ദ്രന് കൊടുക്കാനായിട്ട്. ദത്താം ത്വയാച ജഗൃഹുഹു ത്രപയാ ഏവ സ്വീകരിക്കുമ്പോൾ നാണുണ്ടായി, ലജ്ജയുണ്ടായി. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ഉർവശിയെ പോലെയുള്ളതായ ദിവ്യ സ്ത്രീകൾ ഉള്ളതായ ഭഗവാന്റെ തപസ് ഇളക്കാനായിട്ടാണല്ലോ ഞങ്ങൾ വന്നത് എന്ന് വിചാരിച്ച് കുറച്ചൊന്ന് ലജ്ജയൊക്കെ ഉണ്ടായി അവർക്ക്. അങ്ങനെ ലജ്ജയോടുകൂടി തന്നെ ആ ഉർവശിയെ സ്വീകരിച്ചു. ദത്താം ത്വയ, അങ്ങയാൽ നൽകപ്പെട്ടതായ ഉർവശിയെ ജഗൃഹുഹു സ്വീകരിക്കുകയും ചെയ്തു. ത്രപയായേവ, ത്രപയോടുകൂടി തന്നെ, ലജ്ജയോടുകൂടി തന്നെ ആ ഉർവശിയെ ജഗൃഹുഹു സ്വീകരിച്ചു. എങ്ങനെയുള്ളതായിരുന്നു ആ ഉർവശി? സർവസ്വർവാസി ഗർവശമനീം, സർവസ്വർവാസികളുടെ സ്വർഗത്തിൽ വസിക്കുന്നതായ എല്ലാ സ്ത്രീകളുടെയും ഗർവത്തിനെ ശമിപ്പിക്കുന്നതായ, ഗർവത്തിനെ ശമിപ്പിക്കുന്നതായ ആ ഉർവശിയെ എല്ലാ സ്വർവാസികളുടെയും, അതായത് ഞാനാണ് സൗന്ദര്യത്തിൽ കേമം, ഞാനാണ് സൗന്ദര്യത്തിൽ കേമം, എല്ലാവരുടെയും തപസ്സിളക്കാൻ എനിക്കാണ് കേമത്വം എന്നിങ്ങനെ ആ ദേവസ്ത്രീകൾക്കൊക്കെ അഹങ്കാരം ഉണ്ടായിരുന്നു. ആ ഗർവനെയൊക്കെ ശമിപ്പിക്കുന്നതായിരുന്നു ഈ ഉർവശിയുടെ സൗന്ദര്യം. അങ്ങനെ എല്ലാ സ്വർവാസികളുടെയും ദേവലോകത്തുള്ളതായ സ്ത്രീകളുടെ എല്ലാം ഗർവിനെ ശമിപ്പിക്കാൻ തക്കതായ സൗന്ദര്യത്തോടു കൂടിയ ആ ഉർവശിയെ അവര് സ്വീകരിക്കുകയും ചെയ്തു. ത്വയാദത്താം, അങ്ങയാൽ നൽകപ്പെട്ടതായ ആ ഉർവശിയെ ത്രപയാ ഏവാ ജഗൃഹുഹു, ത്രപയോടുകൂടി തന്നെ, ലജ്ജയോടുകൂടി തന്നെ അവർ സ്വീകരിച്ചു എന്നാണ്. അതിൻ്റെ ശ്ലോകം ഒന്നും കൂടിയും പറയാം, ഒന്നും കൂടി ചെല്ലാം. ഭീത്യാലമംഗജ വസന്ത സുരാംഗന ഓമന്മാനസം തിഹ ജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തുവതാമഥൈഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷീ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പേടിക്ക വേണ്ട സുരനാരി വസന്ത കാമ, സമ്മാനമൊന്നു തരുമിന്നതു വാങ്ങു നിങ്ങൾ എന്നോതി അത്ഭുത സമേതരവർക്കു കാട്ടി വിശ്വൈക സുന്ദരികളാം തവ ദാസിവൃന്ദം. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപു ദത്തം ത്വയാ ച ജഗൃഹുസ്ത്രവയൈവ
സർവസ്വർവാസികർവശമനീം പുനരുർവശീം താം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മോഹിപ്പതിന്നവിടെ വന്നൊരനംഗസംഘം മോഹിച്ചു വീണു തവ സുന്ദരി സൗരഭത്താൽ മോഹാംഗന സുമുഖിയുവ ഉർവശിയെ കൊടുത്തു മോഹം വരുത്തിയവൾ അപ്സരനാരികൾക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.